ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളൊരു ഒമാനിൽ കിട്ടുന്ന ഒരു പഴം പരിചയപ്പെടുത്തിയിരുന്നു, ലംബക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിവിടെ നമുക്കൊന്ന് ഇന്ന് അച്ചാറിട്ടിട്ട് അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, ലംബക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനെ ഞാനിവിടെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉപ്പിലിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതിനെ നമുക്ക് അച്ചാറാക്കാൻ വേണ്ടി വേറെ എന്തെല്ലാം വേണ്ടത് നമുക്കൊന്ന് നോക്കാം. പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, വറ്റൽമുളക്, ഇഞ്ചി, കുരുമുളക്, ജീരകം, പെരിഞ്ജീരകം, ഉലുവ, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി ഒന്ന് എരിഞ്ഞെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം കുരുമുളകും പെരിഞ്ജീരകവും നല്ല ജീരകവും ഒന്ന് വറുത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അച്ചാറുണ്ടാക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കുക. കടുകും അതിൻ്റെ കൂടെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. ഇത് പൊട്ടിയതിനു ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എണ്ണയിലേക്ക് ഇട്ട് നന്നായി വഴറ്റി എടുക്കുക. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റേണ്ടതാണ്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തീ അല്പം കുറച്ചതിന് ശേഷം നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ പെരിഞ്ജീരകവും നല്ല ജീരകം, കടുക്, ഉലുവ എന്നിവ ചേർത്ത് പൊടിച്ച മിശ്രിതവും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ലംബക്ക് ഇട്ട് കൊടുക്കാം. ലംബക്ക് നന്നായി അതിനകത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇതേ റെസിപ്പിയിൽ തന്നെ നിങ്ങൾക്ക് ലംബക്കിന് പകരം ഈത്തപ്പഴമോ മാങ്ങയോ എന്ത് വേണമെങ്കിലും അച്ചാറുണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി അല്പം വിനാഗിരി കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇപ്പോൾ ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചെറിയ തിള വന്നാൽ തീ ഓഫ് ചെയ്യുക, അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കുക.
അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റിയിട്ട് അടുത്ത് 2 ദിവസത്തിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. Yes, DJ.